അലകടൽ വീശും കാറ്റുപോലെ നടന വിസ്മയ തേരിലേറി പുതുപുത്തൻ ശൈലിതൻ നിറവിൽ മലയാള മനസ്സിന്റെ മണിമുത്തം ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ. പിന്നെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന ഒരു വിഹിതം ഞാൻ അങ്ങ് മാറ്റും ഈ ഗാനത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്താണ് വട്ടാണോ ഈ ജോലി ചെയ്യുന്ന പൈസ അത്ര ഈ കലാഫീൽഡിന് വേണ്ടി ഇതിനു വേണ്ടി ഇറക്കുന്നത്, എന്തെങ്കിലും ലാഭങ്ങളുണ്ടോ? കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും കൈപ്പേറിയ ജീവിതമായിരിക്കും കലാകാരൻ്റെ. ഒരിക്കലും നല്ല രീതിയിൽ വരുന്ന കലാകാരന്മാർ അപൂർവമായിരിക്കും. കാതലി ഉന്നെ ഞാൻ കണ്ടേ കാതലി ഉന്നെ ഞാൻ കണ്ടേ നമസ്കാരം. പോസ്റ്റ് ന്യൂസ് ചാനൽ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കൽപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ ഉദ്ദേശം, ഇന്ന് മെയ് ദിനം തൊഴിലാളി ദിനമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും തൊഴിലാളിയായിരിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എൻ്റെ പഴയ കോളേജ് ജീവിതത്തിലെ ഒരു സുഹൃത്തായിട്ടുള്ള ലെനിൻ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ, അദ്ദേഹം CITU തൊഴിലാളിയാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി ആൽബങ്ങളും ഒത്തിരി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് പ്രശസ്തനായിട്ടുള്ള വ്യക്തിയുമാണ്. അദ്ദേഹത്തെയാണ് ഇന്ന് ഈ തൊഴിലാളി ദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്കെന്തായാലും അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ എന്താണെന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിന്റെ ഈ കുത്തബ് മിനാറും കൊണ്ട് ഇനിയൊരു പെൺകുട്ടി ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ തന്നെ ആ കുട്ടിയെ വിവാഹം കഴിക്കണം. എങ്കിലും ആ ജാക്കിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ജാക്കിനോട് പണിക്കണം. ഒട്ടനവധി ആൽബങ്ങളുടെയും ഷോർട്ട് ഫിലിമുകളുടെയും ശ്രദ്ധേയനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ചന്ദ്രലാൽ കൽപ്പന ഗാനരചനയും സംവിധാനവും നിർവഹിക്കുന്ന. ഞാൻ നിങ്ങളുടെ കോബ്ര രാജേഷാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ പറ്റിയുള്ള മനോഹരമായൊരു ആൽബം. ഇതിൻ്റെ ഗാനരചന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചന്ദ്രലാൽ കൽപ്പനയാണ്. ഇത് ചന്ദ്രലാൽ കൽപ്പന, എൻ്റെ പ്രിയ സുഹൃത്ത്. അദ്ദേഹം നമ്മുടെ മഹാനടൻ മോഹൻലാലിനെ കുറിച്ച് ഒരു വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുകയാണ്. അലകടൽ വീശും കാറ്റുപോലെ നടന വിസ്മയ തേരിലേറി പുതുപുത്തൻ ശൈലിതൻ നിറവിൽ മലയാള മനസ്സിന്റെ മണിമുത്തം ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ നമ്മൾ ചന്ദ്രലാലിനെ കാണാൻ വരുമ്പോൾ അദ്ദേഹം മേദിന റാലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. ശരിക്കും അദ്ദേഹം അതേ യൂണിഫോമിൽ തന്നെയാണ്, CITUവിൻ്റെ യൂണിഫോമും ഇട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാവിശേഷങ്ങളാണ് ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം ചന്ദ്രലാൽ. പുതിയ വർക്കുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം പുതിയ വർക്കെന്ന് പറയാൻ ഒരു 2 ആഴ്ചക്കകത്ത് വെച്ച് ഇളയ ദളപതി വിജയെ കുറിച്ചുള്ള ആൽബമാണ് ദളപതി വിജയ്. അതിൻ്റെ തമിഴ് ആൽബം ഗാനരചനയൊക്കെ നിർവഹിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൻ്റെ സംഗീതം കാർത്തിക് രാജാണ്. സിംഗേഴ്സ് 3 പേരുണ്ട്. അതിൻ്റെ റെക്കോർഡിങ് ഒരു 2 ആഴ്ചക്കകത്ത് വെച്ച് കാണും. പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥയും സംവിധാനം നിർവഹിക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ആളൊരു ചില്ലറക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ആൽബം എന്ന് പറയുമ്പോഴത്തേനും വിജയെ കുറിച്ചുള്ള ആൽബമാണ്, തമിഴ് ആൽബം. അപ്പോൾ അതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. തമിഴ് ആൽബം എന്ന് പറയുമ്പോൾ എൻ്റെ ഇത് 2ാമത്തെ തമിഴ് ആൽബമാണ്. ചെറിയൊരു പേടിയുണ്ട്. കാര്യം ഈ ലോകം അറിയപ്പെടുന്ന ദളപതി വിജയെക്കുറിച്ചുള്ള ഗാനത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു പാട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഒരു വല്ലാത്തൊരു വിഷമമായിരിക്കും. കുറേ ദിവസം കഷ്ടപ്പെട്ടാണ് ഞാൻ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. തമിഴാണ് ആൽബം. പിന്നെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കാർത്തിക് രാജാണ്. കാർത്തിക് രാജൻ്റെ ഒരു അനുജനും കൂടെയാണ്. എൻ്റെ ലാലേട്ടൻ്റെ ആൽബം, മണിച്ചേരനെ കുറിച്ചുള്ള ആൽബം സംഗീതം നിർവഹിച്ച കാർത്തികാണ്. ഒട്ടനവധി ആൽബങ്ങൾ കാർത്തിക് രാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ എൻ്റെ പുതിയ പ്രോജക്റ്റ് എന്നുള്ള ഒരു സിനിമ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ സിനിമയുടെ തിരക്കഥ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 2 മാസത്തിന് വെച്ചാൽ തിരക്കഥ പൂർത്തിയാവും. അത് സംവിധാനം ഉൾപ്പെടെ ഞാൻ തന്നെയാണ്. 3ഓളം ഗാനങ്ങൾ അതിൽ ഞാൻ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. ഈ ആൽബത്തിന് വേണ്ട ചെലവുകളൊക്കെ എങ്ങനെയാണ്? അത് പ്രൊഡ്യൂസർ ഉണ്ടോ പ്രത്യേകിച്ച്? പ്രൊഡ്യൂസർ എന്ന് പറയാൻ മുമ്പ് ചെയ്ത ആൽബങ്ങൾക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന ഒരു വിഹിതം ഞാൻ അങ്ങ് മാറ്റും ഈ ഗാനത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്താണ് വട്ടാണോ ഈ ജോലി ചെയ്യുന്ന പൈസ അത്ര ഈ കലാഫീൽഡിന് വേണ്ടി ഇതിനു വേണ്ടി ഇറക്കുന്നത്, എന്തെങ്കിലും ലാഭങ്ങളുണ്ടോ? അപ്പം ഞാൻ ഈ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുള്ള കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും
കൈപ്പേറിയ ജീവിതമായിരിക്കും കലാകാരൻ്റെ. ഒരിക്കലും നല്ല രീതിയിൽ വരുന്ന കലാകാരന്മാർ അപൂർവമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിലാണെങ്കിൽ ഇത്രത്തോളം ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ കലാഫീൽഡിൽ നിന്ന് ഞാൻ ഒരിക്കലും വിട്ടുമാറിയില്ല. എൻ്റെ മരണകാലം വരെ ഞാൻ ഈ കലയെ നെഞ്ചോട് ചേർക്കും. പിന്നെ രണ്ടാമതുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഫീൽഡിൽ എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവർ കൂടുതൽ എൻ്റെ വർക്കിൽ നിന്ന് വലുതായിട്ട് പൈസ വാങ്ങിക്കാറില്ല. ജ്യേഷ്ഠൻ എന്നുള്ള ചേട്ടൻ മുന്നോട്ട് കയറി വരണം, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ പാട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ പാട്ട് പ്രകാശനം ചെയ്തത് ലാലേട്ടൻ്റെ ഫസ്റ്റ് പടമായ തിരനോട്ടം. പടം റിലീസായിട്ടില്ല. തിരനോട്ടം സംവിധാനം ചെയ്ത അശോക് രാജാണ് എനിക്ക് അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മളെ BS സഖാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്. അത് അന്ന് വരാൻ പറ്റിയില്ല. ഇദ്ദേഹമാണ് എൻ്റെ ആ പാട്ട് റിലീസായി. രണ്ടാമത് പിന്നെ മറക്കില്ല മുത്തേ മണിമുത്തേ, മലയാളത്തിൻ്റെ നാടൻ പാട്ട് ആചാര്യൻ മണിച്ചേരനെ കുറിച്ചുള്ള ആൽബം. അത് വീഡിയോ ആൽബമാണ്. ആ ഗാനം റിലീസ് ചെയ്തത് നമ്മുടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്താണ്. പ്രശാന്ത് ചേട്ടനാണ് ആ പാട്ടിൻ്റെ റിലീസ് ചടങ്ങ് നടത്തിയത്. അതിൽ പാടിയിരിക്കുന്നത് നമ്മുടെ നാടൻ പാട്ടിൻ്റെ ആചാര്യൻ കുട്ടപ്പൻ സാറിൻ്റെ ശിഷ്യൻ ദിവാരൻകുട്ടിയും നിശാന്ത് സെൻ്റ് ആൻഡ്രൂസുമാണ് ആ പാട്ട് ആലപിച്ചിരിക്കുന്നത്. പിന്നെ ഈ വിജയുടെ ആൽബം എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിൽ ആലോചിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, തുടങ്ങിക്കോ, തമിഴ് ആൽബം അല്ലേ. ചേട്ടന് തമിഴ് മുമ്പ് കാതലി ആൽബം ചെയ്തിട്ടുണ്ട്. நான் வாழ்ந்த பருவம் எல்லாமே கவலையின் காலங்கள் தானே. உன்னை பார்த்த முதல் நானே என் வாழ்க்கையில் நான் நினையாது ஜீவன் வந்தது. ഞാൻ പറഞ്ഞ എന്തായാലും തമിഴ് ആൽബം വിജയുടെ എനിക്ക് ഇറക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം സംഗീതം എല്ലാം കഴിഞ്ഞ് കൂടിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കകത്ത് വെച്ച് അതിൻ്റെ റെക്കോർഡിങ് ആരംഭിക്കുന്നതാണ്. പിന്നെ കൂടാതെ യൂട്യൂബ് ചാനലും നേരത്തെ സാറ് പറഞ്ഞ നടക്കുന്ന യൂട്യൂബ് ചാനൽ ഷൂട്ട് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കി. വിജയുടെ ആൽബം അത് വിഷ്വൽ ആൽബമാണോ? വിഷ്വൽസാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സാറ് നേരത്തെ പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാമ്പത്തിക ഒരു പ്രശ്നം ആയതുകൊണ്ട് എന്നാലും ഞാൻ ഇതിൽ നിന്നുള്ള ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന ഒരു വരുമാനം അതിലോട്ട് മാറ്റുന്നുണ്ട്. ഓർക്കസ്ട്രേഷനൊക്കെ എങ്ങനെയാണ് പേയ്മെൻറ്റ്? ശേഷം ഇതിൽ എൻ്റെ അനുജൻ പൈസ വാങ്ങിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഏകദേശം സിനിമാ ഫീൽഡിൽ ഒരു ഒട്ടനവധി നടന്മാരും സീരിയൽ നട ആർട്ടിസ്റ്റുകളും സിനിമയിലുള്ളവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. അവരെപ്പോഴും ചന്ദ്രലാൽ നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നീ ഉയർന്നു പറഞ്ഞാൽ നമ്മളെല്ലാവരും സപ്പോർട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഈ മറക്കില്ല മണിമുത്തേ ആ ആൽബം ചെയ്യുമ്പോഴാണ് കുറേ സീരിയൽ നടന്മാർ, ഇപ്പോൾ അരുണായിരുന്നാലും അതുപോലുള്ള മിമിക്രി ഫീൽഡിലുള്ളതായിരുന്നാലും സീരിയൽ രംഗത്തുള്ള ഒരുപാട് പേര് ആശംസകൾ അറിയിച്ച് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല കോൺടാക്റ്റ് ആണോ? ഒട്ടനവരായിട്ടും അത്യാവശ്യം കോൺടാക്റ്റുകളുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ മിമിക്സ് സമിതിയിലാണ്, തിരുവനന്തപുരം ഫോക്കസ് എന്ന് പറയും. അപ്പോൾ അതിൽ പാട്ട് പാടുന്നതും സ്കിറ്റ്, ഫിഗർ ഷോ ഇതൊക്കെ ചെയ്യുന്നതിലും ഉണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ മുന്നോട്ട് ബാക്കിലോട്ട് വലിക്കുമ്പോഴും പക്ഷേ എനിക്ക് ആ ഒരു ചിന്ത, എൻ്റെ ഒരു മനസ്സ് ചെയ്യാൻ ഉണ്ടെന്നുള്ളൊരു ഉറപ്പിന് മേലാണ് ഞാൻ അത് മുന്നോട്ട് തുടങ്ങുന്നത്, എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ. പിന്നെ ഈ ആൽബത്തിന് വേണ്ടി ഞാൻ ഇത് എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് പൈസ മാറ്റുമെങ്കിൽ ചേട്ടനാണ് കൂടുതലും എന്നെ സഹായിച്ചിട്ടുള്ളത്. കൂടാതെ ഒരുപാട് പേര്, അപ്പോൾ പേരെടുക്കുന്ന ഒരുപാട് ലിസ്റ്റ് ഒരുപാടുണ്ട്, ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഇപ്പോൾ വാർക്കുകയാണ്. അവരുടെ സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം. സാമ്പത്തികമായിട്ട് എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട്. ചിത്തരഞ്ജനെ, നമ്മുടെ മിമിക്സിലെ ഗുരുവാണ് ചിത്തരഞ്ജൻ. സംഗീത സംവിധായകൻ നഗു അബ്രഹാം, ഷെറോൺ റോയ്, റെജി, പിന്നെ സിനിമ ആർട്ടിസ്റ്റ് ഞെക്കാട് രാജൻ, സീരിയലിലുള്ള സഞ്ജയ് സന്തോഷ്, പിന്നെ കോമഡി പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായ സുമേഷ് മുഖത്തല. ഒരുപാട് സീരിയലിലും സിനിമയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും CSIമാർ, SP ഒരുപാട് പേരുണ്ട്. ചന്ദ്രലാൽ കൽപ്പന സ്വന്തം അധ്വാനത്തിൽ നിന്ന് തന്നെ പൈസ എടുത്ത് മുടക്കി കുറേ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ കേട്ടിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. ഏതായാലും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ചന്ദ്രലാൽ കൽപ്പനയെ കൊണ്ട് നമുക്കൊന്ന് 2 പാട്ട് പാടിക്കാം. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങാട്ടും ഇങ്ങാട്ടും പോയി ഞാൻ, മീനും കൊണ്ട് 5-6 വട്ടം അങ്ങാട്ടും ഇങ്ങാട്ടും പോയി ഞാൻ, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഏതായാലും ഈ തൊഴിലാളി ദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു കലാകാരൻ
അദ്ദേഹം തൊഴിലാളിയാണ്. അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ കലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ. ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടുഞ്ഞംകുളം, പോസ്റ്റ് ന്യൂസ്.